ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ട് ഇലാസ്റ്റിക് നെയ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്ക്കാൻ കഴിയും. അപ്പോൾ തയ്യൽ ഒട്ടും അറിയാത്തവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ ഒത്തിരി പേര് നമ്മളോട് ചോദിച്ചിരുന്നു ഇലാസ്റ്റിക് നെയ്റ്റി തയ്ച്ച് കാണിച്ചു തരുമെന്ന്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇന്നത്തെ ഒരു വീഡിയോ ഇതാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു 3/4 സ്ലീവൊക്കെ കിട്ടുമോ എന്നൊക്കെ ഉള്ളൊരു സംശയം ഉള്ളവരൊക്കെ ഉണ്ടാവും. കാരണം മുസ്ലിം സ്ത്രീകളാകുമ്പോൾ കുറച്ച് നമുക്ക് സ്ലീവിന് കുറച്ച് ലെങ്ത്തൊക്കെ വേണമല്ലോ. അപ്പോൾ അതൊക്കെ കിട്ടുമെന്നുള്ള സംശയം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിന്മേൽ തന്നെ തയ്ച്ചെടുക്കട്ടോ. ഒരു 15 ഇഞ്ച് ലെങ്ത്തോളം നമുക്ക് സ്ലീവ് ഇതിന്മേൽ കിട്ടും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്ത് കൂട്ടുന്നതെന്നും എങ്ങനെയാണ് കട്ട് ചെയ്യണമെന്നൊക്കെ എന്നുള്ള വീഡിയോ ഇതിലുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 290 മീറ്ററിൻ്റെ തുണിയാണ് കേട്ടോ. അപ്പോൾ ഈ 290 മീറ്ററിൽ നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യണത് നോക്കാം. ഇതേ രീതിയിൽ നിങ്ങൾ കട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഇതിൻ്റെ അളവ് നോക്കാം കേട്ടോ. എന്ത് തയ്ക്കുകയാണെങ്കിലും നമുക്ക് ആദ്യം വേണ്ടത് അതിൻ്റെ അളവുകളും കാൽക്കുലേഷനാണ്. അപ്പം ഞാനിതിൻ്റെ അളവുകളൊക്കെ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നൈറ്റി തയ്ക്കാൻ വേണ്ടിയുള്ള അളവുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ അളവുകൾ കറക്റ്റാക്കി എഴുതി വെക്കുക. അപ്പോൾ നോർമൽ നൈറ്റിക്ക് വേണ്ട അളവുകൾ തന്നെയാണ് ഇതിനും വേണ്ടത്. പിന്നെ നമുക്ക് ഫ്രണ്ട് പ്ലീറ്റ് വരുന്നിടത്ത് മാത്രമേ ഉള്ളൂ കുറച്ചൊരു മാറ്റം വരുന്നത്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ നോർമൽ നൈറ്റിക്ക് വേണ്ടത് എനിക്ക് വേണ്ട ലെങ്ത്ത് 52 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ നമ്മൾ സീം എലമെൻസ് ആയിട്ട് 2 ഇഞ്ച് കൂട്ടുന്നുണ്ട്. അപ്പോൾ ഈ 2 ഇഞ്ച് 1/2 ഇഞ്ച് നമുക്ക് ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാനും 1 ഇഞ്ച് നമുക്ക് താഴെ മടക്കി തയ്ക്കാനും പിന്നെ ഒരു 1/2 ഇഞ്ച് ഞാൻ എക്സ്ട്രാ ഇട്ട് കൊടുത്തേക്കാണ്. കാരണം നൈറ്റി ബിറ്റ് ആകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചുരുങ്ങാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 1 ഇഞ്ചോ എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ട് നിങ്ങളുടെ ഫുൾ ലെങ്ത്ത് എഴുതി വെക്കുക. അപ്പോൾ എനിക്ക് മൊത്തം ലെങ്ത്ത് വേണ്ടത് 54 ഇഞ്ചാണ്. പിന്നെ ഈ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് നമ്മൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാനുള്ള ഭാഗങ്ങളാണ്. ബാക്കിയൊക്കെ നമുക്ക് ആം ഹോളും ചെസ്റ്റും ഷേപ്പ് ലെങ്ത്തും സ്ലിറ്റും ഒക്കെ നമുക്ക് സാധാരണ നമ്മൾ നൈറ്റിക്കൊക്കെ എടുക്കുന്നത് പോലെ തന്നെ ചുരിദാറിനൊക്കെ നമ്മൾ തയ്ക്കുമ്പോൾ എടുക്കുന്നത് പോലുള്ള അളവുകൾ തന്നെ വേണ്ടത്. സ്ലീവും നെക്ക് ലെങ്ത്തും ഒക്കെ നമ്മൾ അളവെടുക്കേണ്ടത്. ഫ്രണ്ട് ഭാഗം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് നോർമൽ നമ്മൾ നൈറ്റിക്ക് മൊത്തം വേണ്ടത് സീം എലമെൻസും എല്ലാതും കൂടി കൂട്ടിയിട്ട് നമുക്ക് വേണ്ടത് 54ആണ്. അതിൽ നിന്നും നമ്മൾ ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് കുറച്ചെടുക്കുക. അപ്പോൾ എനിക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് കുറച്ചിട്ട് കിട്ടിയത് 49 ഇഞ്ചാണ്. ഈ 49 ഇഞ്ചിൻ്റെ കൂടെ നമുക്ക് പ്ലസ് 2 ഇഞ്ചും കൂടി ആഡ് ചെയ്യാം. കാരണം നമുക്കവിടെ ഇലാസ്റ്റിക് വെക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ 2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് എത്രയാണോ അതിൻ്റെ ലെങ്ത്ത് കിട്ടുന്നത് വെച്ചാൽ ആ ഒരു ലെങ്ത്തിൽ വേണം നമ്മൾ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്യാനും. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ നൈറ്റിയുടെ മൊത്തം ലെങ്ത്തിൽ നിന്നും നമ്മൾ ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് കുറച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ കൂടെ 2 ഇഞ്ച് ഇട്ട് കൊടുത്തിട്ട് 51 ഇഞ്ചാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ അളവിൽ നിങ്ങളിത് കട്ട് ചെയ്യുക. അപ്പോൾ എത്ര നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ഫ്രണ്ട് ഭാഗത്തേക്ക് തുണി കട്ട് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇനി ബാക്കി വരുന്ന നമുക്ക് ഷോൾഡർ, ആം ഹോള്, ചെസ്റ്റ് ഇതൊക്കെ നമുക്ക് സാധാരണ ഒരു നൈറ്റിക്ക് വേണ്ട കറക്റ്റ് അളവ് തന്നെയാണ്. അതിൻ്റെ കൂടെ നമുക്ക് കൂട്ടാനൊന്നുമില്ല. നമുക്ക് സാധാരണ നൈറ്റിക്ക് കൂട്ടുന്നത് പോലെ തന്നെ കൂട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് കട്ടിങ്ങിലൂടെ നിങ്ങൾക്കത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരട്ടെ. എന്നാലേ നിങ്ങൾക്കത് ഒന്നും കൂടി മനസ്സിലാകുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ഇനി കട്ടിങ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ സാധാരണ നൈറ്റി ആണെങ്കിലും ചുരിദാറാണെങ്കിലും നമ്മൾ തയ്ക്കാൻ വേണ്ടിയിട്ട് 2ആയിട്ട് മടക്കി 4 ലെയറാക്കിയിട്ടാണ് നമ്മൾ ഇടാറുള്ളത്. പക്ഷേ ഇതിന് നമ്മൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമുക്ക് 2 മടക്കാക്കിയിട്ട് നമ്മൾ ആദ്യം ബാക്ക് പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ബാക്ക് പോർഷൻ നമുക്ക് സാധാരണ എല്ലാവർക്കും കട്ട് ചെയ്യാൻ കഴിയുമല്ലോ. നമ്മൾ സാധാ ഒരു നൈറ്റിക്ക് എങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യണത് ആ ഒരു ലെങ്ത്തിൽ തന്നെ നമ്മൾ കട്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് വേണ്ടത് നമ്മളിവിടെ ഫുൾ ലെങ്ത്ത് 54 ഇഞ്ചാണല്ലോ എടുത്തിട്ടുള്ളത്. നമ്മൾ സീം എലമെൻസ് താഴെ മടക്കി തയ്ക്കാനും ഷോൾഡറും ജോയിൻറ്റ് ചെയ്യാനും എല്ലാതും കൂടിയിട്ട് നമ്മൾ 54 ഇഞ്ചിൽ സാധാരണ ഒരു നൈറ്റി നമ്മൾ തയ്ക്കുന്നത് പോലെ തന്നെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക. ഫസ്റ്റ് നമുക്ക് ഷോൾഡറിൻ്റെ അളവ് മാർക്ക് ചെയ്യാം. ഷോൾഡർ നമുക്ക് 7.25 ഇതുപോലെ 7.25 മാർക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ചു കൊടുക്കുക. പിന്നെ അവിടെ നിന്നും നമുക്ക് കൈക്കുഴിയും 7.25 മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതും ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കുക. നമുക്ക് ചെസ്റ്റ് ലൈൻ ഒന്ന് നേരെ ഒന്ന് വരച്ചു കൊടുക്കുക.
ഇതുപോലെ നമ്മൾ ചെസ്റ്റ് ലൈന് വരച്ചെടുക്കുക. ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ അളവ് 10 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ നമുക്ക് 1 ഇഞ്ച് സീം അലവൻസും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ കറക്റ്റ് അളവ് 10 ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്തു, പിന്നെ 1 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുത്തു, 11 ഇഞ്ച്. അപ്പോൾ നമ്മൾ ചെസ്റ്റ് അളവ് നമ്മളിവിടെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഷേപ്പ് ലെങ്ത്താണ്. അപ്പോൾ ഷേപ്പ് ലെങ്ത്ത് നമുക്ക് വേണ്ടത് 13 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടി ചേർത്തിട്ട് 13.5 ഇഞ്ച്. അവിടുത്തെ വണ്ണം നമുക്ക് 9 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് സീം എലമെൻസും കൂടി കൂട്ടിയിട്ട് 10 ഇഞ്ചിൽ നമ്മളിവിടെ മാർക്ക് ചെയ്തു. പിന്നെ നമുക്ക് വേണ്ടത് നമ്മളെ ഹിപ്പിൻ്റെ അവിടുത്തെ റൗണ്ടാണ്. അപ്പോൾ അത് അവിടെ നമുക്ക് 20.5 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്തു. അവിടുത്തെ വണ്ണം നമുക്ക് നമ്മൾ ഫുൾ വണ്ണത്തിൽ നിന്നും നാലിലൊരു ഭാഗമാണ് കേട്ടോ, നമ്മൾ ബാക്ക് പാർട്ട് മാത്രമാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിവിടെ വേണ്ടത് 11 ഇഞ്ചാണ്. 11 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തു. അതിൻ്റെ കൂടെ 1 ഇഞ്ച് സീം എലമെൻസും കൂടി കൂട്ടിയിട്ട് നമ്മൾ ഹിപ്പിൻ്റെ അവിടുത്തെ വണ്ണം കൂടി മാർക്ക് ചെയ്തു. ഇനി നമുക്കിതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ചെസ്റ്റിൽ നിന്നും നേരെ നമ്മൾ ഷേപ്പിൽ നിന്നും നേരെ നമ്മളെ ഹിപ്പിൽ നിന്ന് നമ്മളൊരു സ്കെയിലോ അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് തന്നെ നേരെ താഴോട്ടൊന്ന് വരച്ചാലും മതി. ഞാനിപ്പോൾ സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് നമ്മളെ കൈക്കുയിൻ്റെ അവിടെ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഇത് ഈസി ആയിട്ട് നമ്മൾ ചെയ്യാൻ കാരണം നമ്മൾക്ക് കറക്റ്റായിട്ടൊരു നെറ്റ് നമ്മൾ കട്ട് ചെയ്യുന്നത് പോലെ തന്നെ ഈ ഒരു ബാക്ക് പോർഷൻ നമ്മൾ കട്ട് ചെയ്യേണ്ടതുള്ളൂ. ഇനി നമുക്ക് ഇവിടെ നിന്നും 1 ഇഞ്ച് നമ്മൾ ഇങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഒന്ന് കുഴിച്ച് കർവ് ചെയ്ത് കൊടുക്കുക. ആദ്യം നമ്മൾ ഇതുപോലെ ചെസ്റ്റിൻ്റെ ഈ ഒരു ഭാഗത്തേക്കും പിന്നെ ഇവിടെ നിന്നും ഇതുപോലെ ഇങ്ങോട്ടും. അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മളെ കൈക്കുഴി കുഴിച്ച് വരക്കേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു അളവിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുത്ത് വെക്കട്ടത് മാറ്റി വെക്കുക. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് നമുക്ക് കട്ട് ചെയ്യണം. അപ്പോൾ ബാക്ക് പാർട്ട് നമ്മൾ സാധാ ഒരു നൈറ്റി കട്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങേ അറ്റം എടുക്കുക കേട്ടോ. നമ്മളിപ്പോൾ കട്ട് ചെയ്ത ആ അറ്റത്ത് നിന്നല്ലാതെ നമ്മൾ മറുവശത്തില്ല അറ്റത്ത് നിന്നും നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിടുക. എന്നിട്ട് നമ്മൾ കറക്റ്റ് ലെങ്ത്തിൽ നിന്നും നമ്മളെ ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് എത്രയാണോ നിങ്ങൾ എടുക്കുന്നത് വെച്ചാൽ ആ ലെങ്ത്ത് കുറച്ചിട്ടുള്ള ലെങ്ത്ത് എത്രയാണോ നിങ്ങൾക്ക് കിട്ടിയത് വെച്ചാൽ അതിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് നമ്മൾ ഇതുപോലെ അളവ് മാർക്ക് ചെയ്യുക. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് 51 ഇഞ്ചാണ്. 51 ഇഞ്ചിൽ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരക്കുക. അപ്പോൾ നിങ്ങളെ നെക്ക് കുറച്ചിട്ട് ഫുൾ ലെങ്ത്തിൽ നിന്ന് നെക്ക് കുറച്ചിട്ട് അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടിയിട്ട് വേണം നിങ്ങൾ ലെങ്ത്ത് എടുക്കാൻ. അപ്പോൾ ഇതുപോലെ ആ ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെക്കുക. എന്നിട്ട് ഈ ബാക്കി വന്ന ഈ ഒരു പീസിൽ നിന്നാണ് നമ്മൾ സ്ലീവൊക്കെ കട്ട് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഫ്രണ്ടിൽ പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഇനി ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ നമുക്കൊരു 4.5 ഇഞ്ചാണ് ഞാൻ നെക്ക് വീതി കൊടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഏകദേശം ഒരു 5 ഇഞ്ചോ അല്ലെങ്കിൽ 6 ഇഞ്ചോ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ നിവർത്തി വരുമ്പോൾ നമുക്കൊരു 10 ഇഞ്ച് വരും. ഞാൻ 5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ 2 ഇഞ്ച് വീതിയിൽ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഈ ഒരു 2 ഇഞ്ച് വീതിയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക കേട്ടോ. കാരണം നമുക്ക് 2 ഇഞ്ച് കറക്റ്റ് വീതി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ സെയിം അളവിൽ തന്നെ നമ്മൾ അങ്ങേ വശത്തും അടയാളപ്പെടുത്തി കൊടുക്കുക. നമ്മൾ 5 ഇഞ്ച്. അപ്പോൾ നമുക്ക് നിവർത്തി വരുമ്പോൾ 10 ഇഞ്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് 6 ഇഞ്ച് വേണമെങ്കിൽ പ്ലീറ്റ് കുറച്ച് അധികം വേണമെന്നുണ്ടെങ്കിൽ 6 ഇഞ്ചിൽ ഒക്കെ ഇട്ട് കൊടുക്കട്ടെ. ഞാൻ 5 ഇഞ്ചിൽ ഇതുപോലെ നമ്മൾ ഇങ്ങനെ പ്ലീറ്റ് ചുരുങ്ങി വരും. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് അവിടെ വെക്കാനുള്ള എലാസ്റ്റിക്കാണ്. അപ്പോൾ നിങ്ങളുടെ നെക്കിൻ്റെ വീതി മൊത്തം നിവർത്തിയിട്ടുള്ള വീതി എത്രയാണ് നോക്കുക. അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടി എടുക്കുക. അപ്പോൾ എനിക്ക് വേണ്ട വീതി 4.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ 1 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് 5.5 ഇഞ്ചിൽ നമ്മൾ എലാസ്റ്റിക് എടുക്കുക. എന്നിട്ട് ഈ എലാസ്റ്റിക് നമ്മൾ സെൻറ്ററിൽ ഇതുപോലെ കവർ ചെയ്തിട്ടാണ് നമ്മൾ തയ്ക്കുക. അപ്പം ഇനി നമുക്ക് ഈ നല്ല വശത്തും ഇതുപോലെ നമ്മളെ നെക്കിൻ്റെ വീതി ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പം നമുക്ക് തയ്ക്കുമ്പോൾ ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ എപ്പോഴും എന്ത് തയ്ക്കുമ്പോഴും സെയിം നൂല് തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്കിതിൻ്റെ അറ്റഭാഗം ഒരു 1/2 ഇഞ്ചൊന്ന് ആദ്യം മടക്കി തയ്ച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്ച്ചെടുക്കുക. എന്നിട്ട് വേണം നമുക്ക് ഇലാസ്റ്റിക് ഒന്ന് വെച്ചെടുക്കാൻ.
ഇപ്പോൾ നമ്മളെ നെക്കിൻ്റെ വീതി നമ്മൾ മാർക്ക് ചെയ്തല്ലോ, നമ്മൾ എത്രയാണ് നെക്കിൻ്റെ വീതി എന്നുള്ളത്. ആ ഒരു വീതിയുടെ ഒരു ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ എലാസ്റ്റിക് ഇതുപോലെ കവർ ചെയ്തിട്ട് ഇതൊന്ന് ഈ ഒരു അറ്റത്ത് വെച്ചിട്ടൊന്ന് പിടിപ്പിച്ച് കൊടുക്കട്ടെ. അപ്പോൾ നമുക്ക് 10 ഇഞ്ച് വീതിയാണ് നമുക്ക് മൊത്തം കിട്ടുക. അപ്പോൾ ഇതിൻ്റെ ഒരു അറ്റത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ട് ഇതാ ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇലാസ്റ്റിക്കിൻ്റെ ഈ അറ്റത്ത് വെച്ചിട്ട് തന്നെ ഒന്ന് കെട്ടിട്ട് കൊടുക്കട്ടോ. നമുക്ക് ഞെറിവിടുമ്പോൾ എലാസ്റ്റിക് കഴിയുമ്പോൾ ഇത് പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ കെട്ടിട്ട് കണ്ടൊന്ന് കെട്ടിട്ട് കൊടുക്കുക. ഇതാ ഇതുപോലെ തന്നെ കെട്ടിട്ട് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് നമ്മളെ ഈ ഒരു അറ്റത്തൊരു പിന്ന് കുത്തി കൊടുക്കണം കേട്ടോ. നമ്മളെ ഇലാസ്റ്റിക്കുമേ ഈ ഒരു അറ്റത്ത് നമ്മൾ ഇതുപോലൊരു പിന്ന് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മളിതാ ഈ ഒരു 2 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്ത ഈ ഒരു ഇത് കവർ ചെയ്ത് കണ്ട് തയ്ക്കുക. ഇലാസ്റ്റിക്കിൽ കൊള്ളാതെ തയ്ക്കട്ടെ. ഇലാസ്റ്റിക് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടണം. അപ്പോൾ അതാ ഇതുപോലെ നീളത്തിന് നമ്മളിത് ക്ലോസ് ചെയ്ത് തയ്ച്ചെടുത്തു. ഇനി നമുക്ക് ഇലാസ്റ്റിക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾ പിന്ന് കൊടുത്തിട്ടുണ്ടല്ലോ, ആ പിന്ന് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിതൊന്ന് ഇതുപോലെ ഇങ്ങനെ ഞൊറിവിട്ട് കൊണ്ടുവരാം. ഇതുപോലെ ഈ അറ്റം വരെ ഇങ്ങനെ കൊണ്ടുവരിക. അതിന് ശേഷം നമ്മൾ ഈ പിന്നൊന്ന് എടുത്ത് മാറ്റും. പിന്നെ എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മളെ നെക്കിൻ്റെ വീതി നമ്മൾ അടയാളപ്പെടുത്തിയല്ലോ, നല്ല വശത്തും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു മാർക്ക് വരെ നമ്മൾ ഇതുപോലെ ഒന്ന് അയച്ച് എടുക്കട്ടോ. ഇതുപോലെ ഒന്ന് അയച്ചെടുത്തതാ ഇവിടെ നമ്മളെ ഇലാസ്റ്റിക്കിൻ്റെ ഈ അറ്റം വരുന്നത്. പിന്നെ നമ്മളെ ആ ഒരു മാർക്ക് ചെയ്ത അവിടേക്ക് നമ്മളെ ഇലാസ്റ്റിക്കിൻ്റെ അറ്റം എത്തിച്ചതിന് ശേഷം നമ്മളിതാ ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കണ്ട് ഇവിടെയും ഒന്ന് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ നമ്മളെ എലാസ്റ്റിക് 2 വശത്തേക്കും നീങ്ങാതെ ഇതുപോലെ ആയി കിട്ടും. എന്നിട്ട് നമ്മൾ ഈ പ്ലീറ്റൊക്കെ ഒന്ന് ലെവൽ ചെയ്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് വലിച്ച് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ വലിച്ച് പിടിച്ചിട്ട് വേണം നമ്മൾ ഈ സെൻറ്റർ ഭാഗത്ത് സ്റ്റിച്ച് കൊടുക്കാൻ. നല്ല ഭംഗിയിലും നല്ല നീറ്റായിട്ട് കിടക്കുള്ളൂ. ഇതുപോലെ നമ്മൾ എലാസ്റ്റിക് ഒന്ന് വലിച്ച് പിടിച്ച് ഈ ഒരു അറ്റം വരെ നമ്മൾ ഒന്ന് എലാസ്റ്റിക്കിൻ്റെ മീതെ ഒറ്റ സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ കൊടുത്തു. ഇനിയാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യണതും ഇതിൻ്റെ നെക്കിൻ്റെ ഭാഗത്തിൽ വരുന്ന ബോർഡും എല്ലാതും കട്ട് ചെയ്യണത്. ഇനിയാണ് നമുക്ക് ബാക്കി വന്ന പീസ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൽ നിന്നും നമ്മൾ സ്ലീവ് ആദ്യം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 2 സ്ലീവും കൂടിയും ഒരുമിച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യണത്. അപ്പോൾ ഇതുപോലെ നമ്മൾ 4 ലെയറായിട്ട് ആദ്യം 2 ലെയറായിട്ട് മടക്കി വീണ്ടും 2ആയിട്ടൊന്ന് മടക്കി 4 ലെയറായിട്ട് മടക്കിയിടണം. അപ്പോൾ നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്നല്ലോ, ഇതിൻ്റെ കൈക്കുയൊന്ന് അളവെടുക്കുക. 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം ബാക്കിയുള്ള ഭാഗം ഇതുപോലെ ഒന്ന് അളവെടുക്കുക. നമുക്ക് കിട്ടിയിട്ടുള്ളത് 9.5 ഇഞ്ചാണ്. അപ്പോൾ ഈ 9.5 ഇഞ്ചാണ് നമ്മൾ സ്ലീവിന് കൈക്കുയായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ നീറ്റായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഞാൻ ഒന്നും കൂടി മടക്കി ഇട്ട് കൊടുക്കാം. ഇതുപോലെ മടക്കി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കൈക്കുഴി 9.5 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. ആ ഒരു 9.5 ഇഞ്ച് നമ്മൾ ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ 9.5 ഇഞ്ച് നമുക്കിവിടെ കറക്റ്റാണ്. നമുക്ക് ഇതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടെ ഒന്ന് ലൈൻ വരച്ച് കൊടുക്കാം കേട്ടോ. കാരണം ഇത്രയേ ഉള്ളൂ നമുക്ക് ഇവിടെ വരുന്നൊരു തുണിക്ക് പീസ് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യണത്. ഇനി നമുക്ക് ഇവിടെ നിന്നും ഒരു 3.5 ഇഞ്ചോ അല്ലെങ്കിൽ 4 ഇഞ്ചോ, അപ്പോൾ ഞാനിവിടെ 4 ഇഞ്ച് നമുക്ക് കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടി മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്ലീവിൻ്റെ നേരെ മേലെ ഭാഗത്ത് നിന്നും 5.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു. അവിടുത്തെ വണ്ണം 6.25 ഇഞ്ച്, അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ചും കൂടി സീം അലവൻസ് കൊടുത്തിട്ട് ഒരു 7 ഇഞ്ചിൽ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ വണ്ണം 7.5 ഇഞ്ച്, ഒരു 7.25 ഇഞ്ചിൽ നമ്മളിവിടെ മാർക്ക് ചെയ്തു. ഇനി നമുക്കിതൊന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം. ആദ്യം നമ്മളെ കൈക്കുഴി ഇതുപോലെ ഒന്ന് കുഴിച്ച് വരച്ചു കൊടുക്കുക. ഇങ്ങനെ നമ്മൾ കുഴിച്ച് കർവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ സ്ലീവിന് നമുക്ക് 9 ഇഞ്ചാണ് കേട്ടോ നമുക്ക് ലെങ്ത്ത് കിട്ടുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ നമ്മൾ ബാക്കി വരുന്ന പീസ് നമുക്ക് യോജിപ്പിച്ച് കൊടുത്താലുള്ളൂ നമുക്ക് ഒരു 14 ഇഞ്ച് 15 ഇഞ്ചോളൊക്കെ ലെങ്ത്ത് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതെങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇതുപോലെ സ്ലീവ് ആദ്യം ഇത്ര പോകുന്നൊരു സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ ബാക്ക് നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്.
അപ്പോൾ ഞാൻ 2.5 ഇഞ്ച് വീതിയും 3.5 ഇഞ്ച് ലെങ്ത്തും കൊടുത്തിട്ട് ഒരു ചതുര നെക്കാണ് കേട്ടോ ഞാനിവിടെ കട്ട് ചെയ്യണത്. ഇതുപോലെ നമ്മൾ ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുത്തു. കണ്ടില്ലേ, ഈ ഒരു നെക്കാണ് ഞാൻ ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഫ്രണ്ട് നെക്കാണ് ശരിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഈ ഫ്രണ്ട് നെക്കിൻ്റെ നമ്മൾ സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് മടക്കി ലെവൽ ചെയ്ത് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ നെക്കിൻ്റെ ഒരു ഭാഗത്തെ വീതി നീളത്തിനിടുമ്പോൾ നമുക്ക് 2.5 5 ഇഞ്ച് വീതി വരും. അപ്പോൾ ഈ 2.5 ഇഞ്ച് നമ്മൾ ഇതുപോലെ രണ്ടാക്കി മടക്കിക്കൊണ്ട് ഇവിടെ 2.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. എന്നിട്ട് ഇവിടെ നിന്നും നമ്മളെ ചെസ്റ്റിൻ്റെ അളവുണ്ടല്ലോ, നമ്മൾ ചെസ്റ്റ് മൊത്തത്തിൽ നമ്മൾ എടുത്തിട്ടുള്ളത് 10 ഇഞ്ചാണ്. അപ്പോൾ ഇവിടെ നിന്നും ഇതുപോലെ ഒരു 10 ഇഞ്ച് നമ്മൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ആ 1 ഇഞ്ച് സീം എലമെൻസും കൂടി ഇട്ട് കൊടുക്കുക. അങ്ങനെ 11 ഇഞ്ചിൽ നമ്മളിവിടെ മാർക്ക് ചെയ്തു. അവിടുത്തെ ഒരളവ് എടുക്കുക. എത്രയാണ് നമ്മൾ ഈ നെക്കിൻ്റെ ഇവിടെ നിന്നും ഇങ്ങോട്ടുള്ള അളവ് 8.5 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് നമുക്ക് എത്രയാണോ നെക്ക് ഇറക്കം വേണ്ടത് വെച്ചാൽ ആ ഒരു ഇറക്കം നമ്മൾ എടുക്കുക. 5 ഇഞ്ചാണ് എനിക്ക് ഇറക്കം വേണ്ടത്. അതിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടിയും കൂട്ടുക. അപ്പോൾ എനിക്ക് 7 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ നമ്മളൊരു പീസ് എടുക്കുക. പിന്നെ എവിടെ നിന്നാണ് 2 പീസ് വേണം കേട്ടോ. ഒരേ കറക്റ്റ് ഈ ഒരു 8.5 ഇഞ്ച് വീതിയും അതുപോലെ തന്നെ 7 ഇഞ്ച് നീളവും ഇല്ല പീസ് നമ്മൾ ഇതുപോലെ ഇതിമൊന്ന് അളന്ന് നോക്കുക. ഇവിടെ നമുക്ക് 7 ഇഞ്ച് കിട്ടുന്നുണ്ട്. ഇങ്ങനെ നമുക്കൊരു 8.5 ഇഞ്ചും കിട്ടും. അപ്പോൾ ഈ ഇതിൽ നിന്നും നമുക്കൊരു 8.5 ഇഞ്ച് ഇങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 8.5 ഇഞ്ചിൽ വീതിക്ക് ഞാൻ മാർക്ക് ചെയ്തു. പിന്നെ നമ്മൾ 5 ഇഞ്ചാണ് നമ്മളെ ലെങ്ത്ത്, നെക്ക് ലെങ്ത്ത്. അതിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് 7 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ അതാ 2 പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് 2 സൈഡിക്കും നമ്മളെ നെക്കും ആം ഹോളും ഒക്കെ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പീസ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇത് അവിടേക്ക് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചതുരാക്കിയിട്ട് തന്നെ നമ്മൾ എടുക്കുക. ഈ ക്ലോസ് ആയിട്ടുള്ള വശം ഓപ്പൺ ആക്കി കൊടുത്തു. ഇനി ഇത്ര പോകുന്നൊരു 2 പീസും കൂടി ഇനി നമുക്ക് വേണം ഇതേ അളവിൽ കേട്ടോ. അപ്പം ഞാൻ വേറെ നെറ്റ് പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഞാൻ ഇതുപോലെ ഇത് വെച്ചിട്ട് കറക്റ്റ് അളവ് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പീസ് ഈ തുണി നമുക്ക് പുറമേക്ക് കാണില്ല, ഇത് ഉൾവശത്തേക്കായി പോകും. അതുകൊണ്ടാണ് ഞാനിത് വേറൊരു കളർ എടുത്തത് കേട്ടോ. നിങ്ങളെ കയ്യിൽ സെയിം കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതന്നെ യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മളിതാ ഇതുപോലെ 1/2 ഇഞ്ചിൽ ഇതുപോലെ തയ്ച്ചെടുക്കുക. ഇതിൻ്റെ 2 സൈഡ് മാത്രം തയ്ച്ചെടുക്കുക. ഓപ്പോസിറ്റ് ഭാഗം തയ്ച്ചെടുക്കുക കേട്ടോ. ഓപ്പോസിറ്റായിട്ട് തന്നെ തയ്ച്ചെടുക്കുക. ഇതാ ഇതുപോലെ 2 സൈഡും തയ്ച്ചെടുത്തു. ഇനി നമുക്കിതിൻ്റെ ഈ മൂലയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ ചതുരാക്കിയതാ. ഈ ഒരു 2 സൈഡ് മാത്രമേ തയ്ച്ചിട്ടുള്ളൂ കേട്ടോ. ഇതാ ഇതുപോലെ ഒന്ന് ആ മൂലക്കൊന്ന് കുത്തി ലെവൽ ചെയ്ത് നിർത്തി കൊടുക്കുക കേട്ടോ. ഇതാ ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് നമ്മളെ ഫ്രണ്ട് നെക്കിൽ ഇത് പിടിപ്പിച്ചെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ ആം ഹോള് കട്ട് ചെയ്യണത്. അപ്പോൾ ഇതൊട്ടും അറിയാത്തവർക്ക് ഉള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് പിന്നെ നമ്മൾ ആം ഹോളും ഇതൊക്കെ കട്ട് ചെയ്തിട്ട് തയ്ച്ച് വരുമ്പോഴത്തേന് നമുക്ക് ആം ഹോളിൻ്റെ അവിടെയൊക്കെ പാകമില്ലാതെ വരും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ ഇനി നമുക്ക് ഈ ഒരു ഇതിൻ്റെ അറ്റം വെച്ചിട്ട് ഇതാ നമ്മളെ നെക്കിൻ്റെ വീതി എത്രയാണോ വേണ്ടത് വെച്ചാൽ അവിടെ ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇതിൻ്റെ തുമ്പ് വശത്ത് കൂടെ തയ്ക്കുക. പിന്നെ നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് കൊടുത്തിക്കണമല്ലോ, അതിന്മേൽ കൂടെ തന്നെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അതേപോലെ തന്നെ ഇങ്ങേ സൈഡിലും ആ തുമ്പ് വശത്ത് കൂടെ ഒന്ന് തയ്ച്ച് നമ്മളെ നെക്കിൻ്റെ വീതി എത്രയാണ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് ഇത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാ ഇവിടെ നമ്മൾ സൂചി ഒന്ന് കുത്തി നിർത്തിയിട്ട് ഇതേ അളവിലൂടെ ആ തയ്യൽ പുറമേക്ക് കാണരുത്. അപ്പോൾ അതുപോലെ കവർ ചെയ്തിട്ട് വെച്ചെടുത്തിട്ട് ഇതുപോലെ തയ്ച്ചെടുക്കുക. ഇങ്ങനെ തയ്ച്ചതിന് ശേഷം ഒരു 1/4 ഇഞ്ചും കൂടി വീതിക്ക് ഇതിന്മേൽ കൂടെ തന്നെ 2 സ്റ്റിച്ച് കൊടുക്കുക. കണ്ടില്ലെങ്കിൽ ആ ഒരു തയ്യൻ്റെ ഇങ്ങനെ ഭാഗത്ത് കൂടെ തന്നെ ഒരു 1/4 ഇഞ്ച് വീതിക്ക് ഇതുപോലെ ഒന്ന് തയ്ച്ചെടുക്കുക. 2 ഭാഗത്തും ഇതുപോലെ ഒന്ന് തയ്ച്ചെടുക്കുക. ഞാൻ കാട്ടിത്തരാം എങ്ങനെയാണ് തയ്ച്ചത് എന്നുള്ളത്. അപ്പോൾ അതാ നമ്മൾ ഈ ഒരു നമ്മളെ ഷോൾഡറൊക്കെ ഇതുപോലെ ആയി. കണ്ടില്ലേ, ഈ ഒരു തയ്യൽ കണ്ടില്ലേ, ഇതിൻ്റെ അപ്പുറത്ത് കൂടെ ഒന്ന് തുമ്പ് വശത്ത് കൂടിയും തയ്ച്ചെടുത്തു. പിന്നെ ഉൾവശം ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക.
ഇനിയാണ് നമുക്ക് നമ്മളെ കൈക്കുഴി കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാ ഇതിൻ്റെ ഈ നെക്ക് ഭാഗം കൃത്യമായിട്ട് നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് തന്നെ മടക്കി ഇട്ട് കൊടുക്കുക. ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ പ്ലീറ്റൊന്നും നമ്മൾ നിവർത്തി ഇടേണ്ട ആവശ്യമില്ല. ഇതുപോലെ നമ്മൾ വെച്ചെടുക്കുക. ഇനി നമുക്ക് നമ്മളെ ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് എത്രയാണ് നമുക്ക് വേണ്ടതെന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ എനിക്ക് വേണ്ടത് ഇവിടെ 5 ഇഞ്ചാണ്. അപ്പോൾ അതാ 5 ഇഞ്ചും പിന്നെ 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാനും കൂട്ടിയിട്ട് 5.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തു. അപ്പോൾ നെക്കിൻ്റെ ലെങ്ത്ത് നമ്മൾ 5.5 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ, 1/2 ഇഞ്ച് ഷോൾഡറും കൂടി കൂട്ടിയിട്ട്. അപ്പോൾ ഈ 5.5 ഇഞ്ചിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്നല്ലോ, ഈ നെക്കിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ കറക്റ്റാക്കി തന്നെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. കറക്റ്റാക്കി വെച്ച് കൊടുക്കുക. അതാ ഇതുപോലെ നീറ്റാക്കി വെച്ച് കൊടുക്കുക. ഫ്രണ്ടിൽ ഇങ്ങനെ ഇതുപോലെ തുണി ഇങ്ങോട്ട് കടക്കും, അതൊന്നും കുഴപ്പമില്ല കേട്ടോ. ഇതുപോലെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ശരിക്കും വെച്ചെടുത്താൽ മതി. ഇത് നമുക്ക് പ്ലേറ്റ് ഉണ്ടായതുകൊണ്ടാണ് ഈ ഒരു ഭാഗം ഇങ്ങനെ കിടക്കുന്നത്. ഇനി നമുക്ക് ആ കൈക്കുഴി ഒന്ന് മാർക്ക് ചെയ്ത് അതേപടി കുഴിച്ച് കട്ട് ചെയ്യുക. ഇനി നമുക്ക് ഇവിടെ ഒരു 1/2 ഇഞ്ച് നമുക്ക് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ട് കൈക്കുഴി കുഴിച്ചിട്ട് ഈ ഒരു ഷേപ്പിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ അറ്റം ഈ ഒക്കെ ഇതുപോലെയാണ് വരിക. അപ്പോൾ ഇങ്ങനെ ഒന്ന് നിങ്ങൾ കട്ട് ചെയ്തൊന്ന് തയ്ച്ച് നോക്കുക കേട്ടോ. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ നമ്മൾ ഫ്രണ്ട് ആദ്യം കട്ട് ചെയ്ത് പിന്നെ അതിൻ്റെ ഇവിടെയൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ബാക്ക് പോർഷന് ഇറക്കമില്ലാതായി വരിക, നമുക്ക് തുണി തികയാതെ വരിക, അങ്ങനെയൊന്നും വരില്ല കേട്ടോ. ഇതുപോലെ നിങ്ങൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മളിത് 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ട് 1/2 ഇഞ്ചിലൂടെ ഇതുപോലെ കട്ട് ചെയ്തു. ഇനി നമുക്കിതിൻ്റെ കൈക്കുഴി കട്ട് ചെയ്ത് ഷേപ്പും കട്ട് ചെയ്ത് എടുത്തു, കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ബാക്കി വന്ന തുണിയിൽ നിന്നാണ് നമ്മൾ ഇവിടെ 9 ഇഞ്ച് നമുക്ക് ലെങ്ത്ത് കിട്ടിയിട്ടുണ്ട്. ബാക്കി വന്ന ഈ തുണിയിൽ നിന്ന് നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് എടുക്കുക. അപ്പം ഞാൻ ഇതിൻ്റെ മുന്നേ നൈറ്റി കട്ടിങ് വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ സ്ലീവ് എങ്ങനെയാണ് ജോയിൻറ്റ് ചെയ്യണതും ഇതുപോലെ ക്രോസ് ആയിട്ടുള്ള വശമൊക്കെ കിട്ടുമ്പോൾ നമ്മൾ വീതി കൂടിയ വശം വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ വീതി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ബാക്കി വന്ന തുണികളൊക്കെ ഇതുപോലെ യോജിപ്പിച്ചെടുത്തിട്ട് നമ്മൾ സ്ലീവിന് ലെങ്ത്തും കൂട്ടിയെടുക്കുക. അപ്പോൾ ഇത്രയുള്ള നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്ത് കൂട്ടിയെടുക്കാനുള്ളത്. ഇനി നമുക്കിതൊന്ന് തയ്ച്ചെടുക്കാം. അപ്പോൾ രണ്ട് സ്ലീവിനുള്ളതും ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തയ്ച്ചെടുക്കുക. അതാ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് തയ്ച്ച് കൊടുക്കുക. അപ്പോൾ ഈ എക്സ്ട്രാ വരുന്ന ഈ തുമ്പൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഇതാ നമ്മൾ സ്ലീവ് ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എത്രത്തോളം ലെങ്ത്ത് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം. 15.5 ഇഞ്ച് നമുക്ക് ലെങ്ത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 16 ഇഞ്ച് ലെങ്ത്ത് കിട്ടിയിട്ടുണ്ട്. 1/2 ഇഞ്ച് നമുക്ക് മേലെ പോയാലും ബാക്കി 15.5 ഇഞ്ചിൽ ലെങ്ത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്യുക. അപ്പോൾ ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്യാൻ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു തുണിയാണ് എടുത്തിട്ടുള്ളത്. കാരണം നമുക്ക് ക്രോസ് പീസ് ഇതിന്മേന്ന് കിട്ടൂല. ഇതുപോലെ നമ്മൾ ഈ ഒരു മൂലയിൽ സൂചി കുത്തി നിർത്തി കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഒരു മടക്ക് ഒരു പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. എന്നാൽ നമുക്ക് കറക്റ്റ് ചതുരായിട്ട് തന്നെ നമുക്ക് നമ്മളെ നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഈ മൂലയിലും സൂചി ഒന്ന് കുത്തി നിർത്തിയിട്ട് ഇതുപോലെ വലിച്ചു പിടിക്കരുത്, ഒന്ന് അയച്ചിട്ട് ഒന്ന് തയ്ച്ചു കൊടുക്കുക. 1/2 ഇഞ്ചിലാണ് ഞാൻ തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മളെ നെക്ക് ഇവിടെ തയ്ച്ചു. ഇനി നമുക്കിതൊന്ന് പതിച്ച് തയ്ക്കണം. അപ്പോൾ ഈ ഒരു മൂലയിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല കറക്റ്റ് നമുക്ക് മറിച്ചിടാൻ കഴിയുള്ളൂ. എന്നിട്ട് നമുക്ക് ഈ ഒരു പീസുമേ വെച്ചിട്ടൊന്ന് പതിച്ച് തയ്ച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു മെത്തേഡാണ്. അപ്പോൾ ഒട്ടും പ്ലേറ്റഡ് നൈറ്റി കണക്കും കാര്യങ്ങളൊന്നും അറിയാത്തവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും തന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാ നമ്മൾ ഈ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാണ്. ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ നെക്ക് ഇതുപോലെ കറക്റ്റാക്കി ഇതിന്മേൽ വെച്ചെടുത്തിട്ട് ഈ ഒരു പീസ് ഉണ്ടല്ലോ നമ്മൾ ബാക്ക് നെക്ക് തയ്ക്കാൻ വേണ്ടി വെച്ച പീസ് ഇതുപോലെ ഒന്ന് ഇങ്ങോട്ടൊന്ന് 1/2 ഇഞ്ച് ഒന്ന് മടക്കിയിട്ട് നമ്മൾ ഷോൾഡർ 1/2 ഇഞ്ചിൽ ജോയിൻറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ 2 ഷോൾഡറും 1/2 ഇഞ്ചിൽ തന്നെ നമ്മൾ ജോയിൻറ്റ് ചെയ്തെടുക്കുക. കാരണം നമ്മൾ 1/2 ഇഞ്ചാണ് വിട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ജോയിൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് നിവർത്തി കൊടുത്താൽ നമ്മളെ നെക്ക് ബാക്ക് നെക്കിൻ്റെ ആ ഒരു ഷോൾഡർ ക്ലിയർ ആയി കിട്ടും. എന്നിട്ട് നമുക്ക് ബാക്ക് നെക്ക് ക്ലോസ് ചെയ്യാം.
ഇതുപോലെ ഷോൾഡർ ഒന്ന് പതിച്ച് തയ്ച്ചതിന് ശേഷം ഇതുപോലെ നമ്മൾ ചതുരായിട്ട് തന്നെ നെക്ക് തയ്ച്ചെടുക്കുക കേട്ടോ. ഇതുപോലെ മടക്കിയിട്ട് ഇതുപോലെ തയ്ച്ചെടുക്കാം. നമുക്ക് ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റും. പക്ഷേ പെട്ടെന്ന് നമുക്ക് ഒന്ന് ആലോചിച്ച് ഒന്ന് സാവകാശം തയ്ക്കട്ടെ. തുടക്കക്കാരൊക്കെ ആകുമ്പോൾ ഒന്ന് എങ്ങനെ കിട്ടും ഒരു ഐഡിയ വെച്ചിട്ടൊക്കെ ഒന്ന് തയ്ച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഇത് തയ്ക്കാൻ കഴിയും. ഇനി നമുക്ക് ഈ ഒരു കൈക്കുയിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇവിടെ എക്സ്ട്രാ വരുന്ന ഈ ഒരു തുണിയൊക്കെ കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടില്ല നമ്മളെ നെക്ക് നല്ല ഫിനിഷ് ആയിട്ട് നമുക്ക് നെക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ജോയിൻറ്റ് ചെയ്യാം. സ്ലീവ് നല്ല വശം ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ഇതൊന്ന് അറേഞ്ചിൽ നമുക്ക് ജോയിൻറ്റ് ചെയ്തെടുക്കാം. 2 സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. 2 സ്റ്റിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക, എന്നാലും നമ്മൾ തുന്നി വിട്ട് പോരാതിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ 2 സ്ലീവും തയ്ച്ചെടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ അറ്റത്ത് ഞാനൊരു ബ്ലാക്ക് തുണി കൊണ്ടൊന്ന് പൈപ്പിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് മൂട്ടിയെടുക്കാം. അപ്പോൾ സൈഡ് മൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 1 ഇഞ്ചാണ് വിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ 1 ഇഞ്ചിലൂടെ നമ്മൾ സൈഡ് മൂട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ ഭാഗം ഒന്ന് മടക്കി തയ്ക്കണം. ഈ താഴെ ഭാഗത്ത് ഇവിടെ സ്ട്രെയിറ്റ് ആണ്, ഇവിടെ അല്പം തുണി പൊന്തി കിടക്കുന്നുണ്ട്. അതൊന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ അറേഞ്ച് ഒന്ന് മടക്കി വീണ്ടും അറേഞ്ച് മടക്കിയിട്ട് ചുറ്റുഭാഗം ഒന്ന് തയ്ച്ച് പോരാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു മെത്തേഡാണ് ഞാൻ ഇന്ന് കാണിച്ചു തന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടെ. നിങ്ങൾക്ക് ഇലാസ്റ്റിക് നൈറ്റി തയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇതുപോലെ ബാക്ക് പോർഷൻ കട്ട് ചെയ്തിട്ട് അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടിവശം ഇതുപോലെ മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്ലീവിന് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ടല്ലോ, ബ്ലാക്ക് പൈപ്പിംഗ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിലൊരു വള്ളി വെച്ചിട്ടൊന്ന് ഭംഗി കൂട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലൊരു വള്ളി ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പൂ പോലെ ആക്കിയെടുത്തിട്ട് ഒരു ബട്ടൺസ് ഞാൻ വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ വിചാരിക്കും ഇതൊക്കെ ബുദ്ധിമുട്ടാണ്, പ്രയാസമാണെന്നൊക്കെ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ചിലപ്പോൾ ഒരു തവണ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. ചിലപ്പോൾ 2 തവണയൊക്കെ ഒന്ന് കണ്ടിട്ട് ഇതുപോലെ ഒന്ന് തയ്ച്ച് നോക്കട്ടോ. നിങ്ങൾക്കും പ്ലീറ്റഡ് നൈറ്റി തയ്ക്കാൻ കഴിയും. അപ്പോൾ ഞാനിവിടെ ഒരു ബട്ടൺസ് വെച്ചിട്ട് ഇതൊന്ന് തുന്നി പിടിപ്പിച്ച് എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും തന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യട്ടോ. എന്നിട്ട് ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. എന്നാലും ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നേ പല നൈറ്റിയുടെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒക്കെ ഇട്ടിട്ടുണ്ട്. മറ്റുള്ള വീഡിയോസൊക്കെ നിങ്ങൾ പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. നമുക്ക് അടുത്തൊരു പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.